ഫാമിലിയെ വരെ യൂട്ടിലൈസ് ചെയ്ത കുറച്ച് പേരുണ്ട്. ഞാൻ വിശ്വസിച്ച് പോയി ഏൽപ്പിച്ച് പോയി യൂട്ടിലൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വിശ്വസിച്ചവർ എന്നെ ചതിച്ചവരുണ്ട്. അവരോടൊക്കെ ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അതിനൊക്കെ അള്ള ചോദിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് വേണ്ടി ആരും ശബ്ദിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുമെന്നുള്ളത്. ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പടച്ചവനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നാളെ തൊട്ട് നമ്മുടെ അക്കൗണ്ടും ചാനലും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ഫാമിലിയെ കൊണ്ട് പല രീതിയിലും വീഡിയോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പം പറ്റിപ്പോയിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. ഒരുപാട് നല്ലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ചീത്ത മാത്രം നോക്കിക്കാണാൻ നിൽക്കാതെ നല്ലതും കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ വേറൊന്നുമില്ല. അപ്പം ഞാൻ നിർത്തുകയാണ്. ലൈറ്റൊക്കെ പോയി ഇടയിൽ കുറേ കോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ വന്ന് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല. എന്നെ പറ്റി ആലോചിക്കുന്ന ഓരോരുത്തരോടാണ്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ എല്ലാത്തിലും ഇനി ആക്റ്റീവായി തുടങ്ങും. പിന്നൊന്നുമില്ല. സൈബർ ബുള്ളിങ്ങിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. കൂടെ നിന്ന് ചതിച്ച കുറച്ച് ആൾക്കാരെ ഓർത്തിട്ട് മാത്രമേ സങ്കടമുള്ളൂ. കൂടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്ത്